ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗംഗണപതയേ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമന്നാരായണീയ പഠനത്തിലേക്ക് വീണ്ടും സ്വാഗതം. 8ാം ദശകത്തിലെ 8 ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു. അടുത്തത് 9ാമത്തെ ശ്ലോകമാണ്. ഭഗവാന്റെ യോഗനിദ്രയെ കാലാഖ്യശക്തി വിളിച്ചുണർത്തി എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് കാലാഖ്യശക്തി, കാലമെന്ന് വിളിക്കപ്പെടുന്ന ആ ശക്തി ഭഗവാനെ വിളിച്ചുണർത്തുന്നത്. അതിനുശേഷം എന്താണ് നടക്കുന്നതെന്നാണ് ഇനി വരുന്ന ശ്ലോകങ്ങളിൽ കാണാനുള്ളത്. 9ാമത്തെ ശ്ലോകം ഞാനൊന്ന് ചൊല്ലിത്തരാം, നിങ്ങൾ കേട്ടു നോക്കൂ. വിബുദ്ധ്യചത്വം ജലഗർഭശായിൻ വിലോക്യ ലോകാനഖിലാൻ പ്രലീനാൻ തേഷ്വേവ സൂക്ഷ്മാത്മതയാ നിജാന്തസ്ഥിതേഷു വിശ്വേശ ദദാഥ ദൃഷ്ടിം. വിബുദ്ധ്യ ച ത്വം ജലഗർഭശായിൻ വിലോക്യ ലോകാൻ അഖിലാൻ പ്രലീയാൻ തേഷു ഏവ സൂക്ഷ്മാത്മതയാ നിജാന്തഃ സ്ഥിതേഷു വിശ്വേശ ദദാഥ ദൃഷ്ടിം. ഹേ ജലഗർഭശായിൻ, ഈ അവസരത്ത് നിദ്രയിലിരിക്കുന്ന സമയത്ത് ഭഗവാൻ എവിടെയാണുള്ളത്? കാരണജലത്തിൽ നിമഗ്നനായിട്ട് ഗർഭം, ആ കാരണജലത്തിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. ജലത്തിന്റെ മേലെ കിടക്കുന്നതായിട്ടല്ല പറയുന്നത്, ഗർഭത്തിന്റെ ഉള്ളില്, ജലത്തിന്റെ ഉള്ളില് കാരണജലത്തിൽ അങ്ങ് ഇരിക്കുകയാണ്. മറ്റൊന്നുമില്ല, കാരണജലം മാത്രമേ ഉള്ളൂ. ബാക്കി അതിൽ ഭഗവാൻ മയങ്ങുകയാണ്. അങ്ങനെ ജലഗർഭശായി ആയിട്ടുള്ള ഭഗവാനെ, വിശ്വേശ സർവവിശ്വങ്ങൾക്കും ഈശ്വരനായിട്ടുള്ളവനെ, ത്വം വിബുദ്ധ്യച്ച, കാലാഖ്യശക്തി ഒന്ന് വിളിച്ചു അല്ലേ, അതെ എണീക്കില്ലേ പറഞ്ഞിട്ട് വന്ന് വിളിച്ചു. ഒരു അലാറം അടിക്കുന്നത് പോലെ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം സെറ്റ് ചെയ്ത് വെച്ച ആ ഒരു കാലാഖ്യശക്തി അവിടെ വന്നിട്ട് ഭഗവാനോട് ഭഗവാനെ വിളിച്ചുണർത്തി. എന്നിട്ട് ആ ഉണർന്നിരിക്കുന്ന ഭഗവാൻ എന്താണ് ചെയ്യുന്നത്? ത്വം വിബുദ്ധ്യച്ച, അങ്ങ് ഉണർന്നതിന് ശേഷം അഖിലാൻ ലോകാൻ പ്രലീനാൻ വിലോക്യ, എല്ലാ ലോകങ്ങളെയും, അഖിലാൻ ലോകാൻ സർവ്വ ലോകങ്ങളെയും പ്രലീനാൻ വിലോക്യ, എല്ലാം ലയിച്ചിരിക്കുകയാണ് അവിടെ ഭഗവാനിൽ. എല്ലാം ഭഗവാനിൽ ലയിച്ചിരിക്കുന്നതായി കണ്ടിട്ട് രാവിലെ ഉണർന്നു നോക്കുന്ന സമയത്ത്, രാവിലെ എന്ന് വെച്ചാൽ പ്രളയ അന്ത്യത്തില് ഉണർന്ന് നോക്കുന്ന സമയത്ത്, കൽപ്പത്തിന്റെ ആരംഭത്തില് ഉണർന്ന് നോക്കുന്ന സമയത്ത് എല്ലാം ഭഗവാനിൽ ലയിച്ചിരിക്കുന്നതായി കണ്ടിട്ട്, ഭഗവാൻ അറിയാത്ത കാര്യമൊന്നുമല്ല കേട്ടോ, മയങ്ങിപ്പോയി എന്ന് വെച്ചിട്ട് ഇതെല്ലാം മറന്നുപോയിട്ടൊന്നുമില്ല. കണ്ണു നോക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാം തന്നിലാണുള്ളത്. അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാൻ മറന്നുപോയിട്ടില്ല ഭഗവാൻ. നമ്മള് അങ്ങനെ കണ്ടിട്ട് എന്ന് പറയുമ്പോൾ അയ്യോ അങ്ങനെയാണല്ലോ എന്ന് ചിന്തിച്ചിട്ടൊന്നുമല്ല. ഉണരുന്ന സമയത്ത് തന്നെ ഭഗവാൻ അറിയുന്നു എൻ്റെ ഉള്ളിലെല്ലാം ഉണ്ടല്ലോ. സൂക്ഷ്മതയാ നിജാന്തസ്ഥിതേഷു, എല്ലാം ഭഗവാന്റെ ഉള്ളിൽ എങ്ങനെയാ ഉള്ളത്? വളരെ സൂക്ഷ്മ രൂപത്തിലാണ് ഭഗവാനിൽ ലയിച്ചിരിക്കുന്നത്. തൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള നിജാന്തസ്ഥിതേഷു, തൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നവയായിട്ടുള്ള തേഷു ഏവ, ആ സർവ്വതിലേക്കും എല്ലാം ഭഗവാന്റെ ഉള്ളിൽ പ്രലീനമായിട്ടിരിക്കുകയാണ്. ഭഗവാൻ നോക്കുന്ന സമയത്ത് ഭഗവാന്റെ ദൃഷ്ടി അതിലേക്ക് പതിക്കുമ്പോൾ ദൃഷ്ടിം ദദാഥ, ദൃഷ്ടിയെ പതിപ്പിച്ചു. അത്രേ ഉള്ളൂ. ഭഗവാൻ ഉള്ളിലേക്ക് നോക്കി. എപ്പോഴും ശ്രദ്ധിക്കുക, ഉള്ളിലേക്ക് നോക്കുക എന്നുള്ളതിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നു. എല്ലാം ഉള്ളിൽ ലയിച്ചിരിക്കുന്ന ഭഗവാൻ ഉണർന്നു, എന്നിട്ട് ഉള്ളിലേക്ക് നോക്കി.
അത്രയേ ഉള്ളൂ ഈ ശ്ലോകത്ത് പറഞ്ഞിരിക്കുന്നത്. എല്ലാം തൻ്റെ ഉള്ളിൽ ലയിച്ചിരിക്കുന്നുണ്ട്. തൻ്റെ ഉള്ളിൽ തന്നെ ലയിച്ചിരിക്കുന്ന എല്ലാത്തിലേക്കും ഭഗവാൻ ഒന്ന് ദൃഷ്ടിയെ പായിച്ചു, തൻ്റെ ഉള്ളിലേക്ക് നോക്കി. ആ ദൃഷ്ടി എന്ന് പറയുന്നത് അവനവൻ്റെ ഉള്ളിലേക്കാണ്. ബ്രഹ്മദേവനും മുന്നേ അതാ ചെയ്തത്. ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിരുന്നല്ലേ, പ്രാകൃത പ്രളയ കാലത്ത് അവസാനം ബ്രഹ്മദേവൻ ഉള്ളിലേക്ക് നോക്കുക ചെയ്തത്. ഇവിടെയും ഭഗവാനും ചെയ്യുന്നത് ഉള്ളിലേക്ക് നോക്കുക. ഉള്ളിലേക്ക് നോക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമുക്കതിന് നേരം കിട്ടാറില്ല. നമ്മൾ ഓടി 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 നടക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ സൃഷ്ടി പ്രക്രിയ നടക്കണമെങ്കിൽ ഉള്ളിലേക്ക് നോക്കാം. നന്നായിട്ട് ഉള്ളിലേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ പോലെ മനസ്സിലാവും, നാരായണനും ഞാനും വേറെ ഒന്നുമല്ല, എൻ്റെ ഉള്ളിൽ തന്നെ ഇതൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാവും. അതുകൊണ്ട് നമ്മളും കുറച്ചൊക്കെ ഉള്ളിലേക്ക് നോക്കാൻ ശ്രമിക്കണം. നമുക്കൊക്കെ അതിനുവേണ്ടി ശ്രമിക്കാം. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ജലഗർഭശായിയായിട്ടുള്ള ഭഗവാനെ, നിശേഷ സർവ വിശ്വത്തിനും അധിപനായിട്ടുള്ളവനെ അങ്ങ് ഉണർന്നെണീറ്റിട്ട്, ത്വം വിബുദ്ധ്യച്ച, അങ്ങ് ഉണർന്നെഴുന്നേറ്റിട്ട് എന്താണ് ചെയ്തത്? അഖിലാൻ ലോകാൻ പ്രലീനാൻ വിലോക്യ, സർവ്വലോകങ്ങളും അങ്ങയിൽ ലയിച്ചിരിക്കുന്നതായി വിലോക്യ കണ്ടിട്ട്, സൂക്ഷ്മതയാ നിജാന്തസ്ഥിതേഷു തേഷു ഏവ, വളരെ സൂക്ഷ്മ രൂപത്തിൽ അങ്ങയുടെ തന്നെ ഉള്ളിൽ ലയിച്ചിരിക്കുന്നവയായിട്ടുള്ള, അങ്ങയുടെ ഉള്ളിൽ ഇരിക്കുന്നവയായിട്ടുള്ള തേഷു ഏവ, അവയിൽ തന്നെ ദൃഷ്ടിം ദദാഥ, ദൃഷ്ടിയെ പായിച്ചു, ദൃഷ്ടിയെ കൊടുത്തു. അവയ്ക്ക് വേണ്ടിയിട്ട് ദൃഷ്ടിയെ പതിപ്പിച്ചു, അവയുടെ മേലേക്ക് ദൃഷ്ടിയെ പതിപ്പിച്ചു. അതാണ് ഭഗവാൻ ചെയ്തിരിക്കുന്നത്. ഈ ശ്ലോകത്തില് ആ ശ്ലോകം ഒന്ന് ചൊല്ലിത്തരാൻ നിങ്ങൾ ചൊല്ലി നോക്കൂ. വിബുദ്ധ്യചത്വം ജലഗർഭശായിൻ വിലോക്യ ലോകാനഖിലാൻ പ്രലീനാൻ തേഷ്വേവ സൂക്ഷ്മാത്മതയാ നിജാന്ത സ്ഥിതേഷു വിശ്വേശ ദദാഥ ദൃഷ്ടിം. നിജാന്തസ്ഥിതേഷു എന്നുള്ളൊരൊറ്റ വാക്കായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്വന്തം ഉള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവയായിട്ടുള്ള എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ആ വരി ചൊല്ലാം സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടായിട്ട് വിഭജിച്ചിട്ട് ചൊല്ലുന്നേ ഉള്ളൂ. അപ്പൊ ചൊല്ലുന്ന സമയത്ത് നിജാന്തസ്ഥിതേഷു വിശ്വേശ എന്ന് ചൊല്ലാം. ശ്രദ്ധിക്കുമല്ലോ. ജലഗർഭശായിയായിട്ട് കാരണജലത്തിൽ നിമഗ്നനായിരിക്കുന്ന, ലയിച്ചിരിക്കുന്ന വിശ്വേശ്വരനായിട്ടുള്ള ഭഗവാൻ ഉണർന്ന് നോക്കുന്ന സമയത്ത് എല്ലാം ഭഗവാനിൽ ലയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭഗവാൻ സ്വന്തം ഉള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവയായിട്ടുള്ള സർവ്വതിലേക്കും തൻ്റെ ദൃഷ്ടിയെ പായിച്ചു, അല്ലെങ്കിൽ തൻ്റെ ദൃഷ്ടിയെ നൽകി. അപ്പൊ ഭഗവാൻ ഒന്ന് നോക്കി, ഇക്ഷ, നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ ഒന്ന് ഇക്ഷ കൊടുത്തപ്പോഴാണ് എല്ലാം കൂടെ ഒന്ന് ഉണർന്ന് ത്രിഗുണങ്ങളായിട്ട് മാറി സർവപ്രപഞ്ചം ഉണ്ടാകുന്നതെന്നൊക്കെ നമ്മൾ 5-ാം ദശകത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് ഇവിടെ കുറച്ച് വ്യത്യസ്തമായിട്ട് പറയുന്നു എന്നേ ഉള്ളൂ. എല്ലാവരും ചൊല്ലി നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുക. വേഗം നമുക്ക് പോവാം. ഇനി പറ്റുന്നത്ര വേഗത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. ശ്ലോകങ്ങൾ ചൊല്ലി പഠിച്ച് സാധിക്കും പോലെ ചൊല്ലി ഗ്രൂപ്പിലേക്ക് അയക്കാം. അവിടെ നിന്ന് നമുക്ക് സാധിക്കുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. അതൊരു ചര്യയായിട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. എനിക്കും ഇതുവരെ സ്ഥിരമായിട്ട് ശ്ലോകങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇനി അതിനുവേണ്ടി ശ്രമിക്കുന്നതാണ്. എപ്പോഴും ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ശ്ലോകം ചൊല്ലി അയക്കുക. എല്ലാവർക്കും നമസ്തേ. നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ നാരായണ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ നാരായണ.